നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണം നടന്നിട്ട് ഒരു മാസമായി. ഈ ഒരു മാസമായിട്ടും ആ കുടുംബത്തെ വിളിച്ച് ഒരു ആശ്വാസവാക്ക് പറയാത്ത ഒരു ദുഷ്ടനായ ഭരണാധികാരി കേരളത്തിനുണ്ട്. അതാരാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ടോ? അതാണ് പിണറായി വിജയൻ. അദ്ദേഹം നേരത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അദ്ദേഹം നേരത്തെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എല്ലാ സംരക്ഷണം കൊടുക്കുമെന്നാണ്. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താ? അദ്ദേഹം കലക്ടറെ വിളിച്ചു വരുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പിന്നീട് കലക്ടർ മൊഴി മാറ്റി പറയുന്നു നവീൻ ബാബു കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്ന ഒരു കാര്യം 100% സത്യമല്ലാത്തൊരു കാര്യം പോലീസ് മുമ്പാകെ കൊടുക്കുന്നു. അദ്ദേഹം നേരത്തെ പത്തനംതിട്ടയിൽ ഇച്ച സ്ഥലത്ത് പോയപ്പോൾ, അതായത് നവീൻ ബാബുവിൻ്റെ ബോഡിയുമായി പോയപ്പോൾ, നവീൻ ബാബുവിൻ്റെ ഭാര്യയും മക്കളും ആ വീട്ടിലേക്ക് കയറി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് വാണിംഗ് കൊടുത്തിരുന്നു. അതിൻ്റെ കാരണം നവീൻ ബാബുവിന് കൃത്യമായി ഈ കലക്ടറെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നവീൻ ബാബു മരിച്ച ശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അദ്ദേഹവും അവിടെ പത്തനംതിട്ടയിൽ പോയിട്ട് അതിൻ്റെ കൂടെ പോയി, പക്ഷേ അത് വീട്ടിൽ കയറാൻ പറ്റിയില്ല. അന്ന് അദ്ദേഹം കൊടുത്ത കുറിപ്പിൽ എന്താ പറയുന്നത്? പത്തനംതിട്ട കലക്ടർക്ക് വർഷം കൊടുത്തയച്ച കുറിപ്പ് പറയുന്നത് താൻ ഇത്രയും കാലം 8 മാസക്കാലം ADM നവീൻ ബാബു ശുദ്ധനായ മനുഷ്യനായിരുന്നു, അഴിമതിരഹിതനായിരുന്നു, അദ്ദേഹം സേവന നിരതനായ മനുഷ്യനായിരുന്നു എന്നൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ വലിയ വിഷമമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതേ ആൾ തന്നെ പിണറായി വിജയനെ കണ്ട ശേഷം പോലീസിന് കൊടുത്ത മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം എല്ലാം തുറന്നു പറഞ്ഞു, കുറ്റസമ്മതം നടത്തി എന്ന് പറയുന്ന കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു. ഒരേ സമയത്ത് 2 തലത്ത് പറയുക എന്ന് പറയുന്ന ഈ പറയുന്ന കലക്ടറെ തല്ലണമെന്നാണ്, മുഖത്തടിക്കണമെന്നാണ് ജയശങ്കർ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമ്മൾ വളരെ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇത് കൊലപാതകമാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ കൃത്യമായി പിണറായി വിജയനും പങ്കുണ്ട്, P ശശിക്ക് പങ്കുണ്ട്, അതേപോലെ ദിവ്യയ്ക്ക് പങ്കുണ്ട്, അങ്ങനെ MV ജയരാജന് പങ്കുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. അവരുടെ വാക്കിലും പ്രവൃത്തിയിലും തന്നെ ഇതിൻ്റെ എല്ലാ തെളിവുകളുമുണ്ട്. നമുക്കിത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ ഭീകരരാത്രി നടുക്കുന്ന സംഭവങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് 2024 ഒക്ടോബർ 14 രാത്രി നടന്നിട്ടുള്ളത് നടുക്കുന്ന സംഭവങ്ങളാണ്. അദ്ദേഹം മുനീശ്വരൻ കോവിൽ വരെ ഡ്രൈവറുടെ കൂടെ പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് ബാഗെല്ലാം പാക്ക് ചെയ്ത് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്ന വഴിക്കാണ് പെട്ടെന്നൊരു കോൾ വരുന്നത്. ആ കോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, എന്നാണ് ഷംസുദ്ദീൻ പറയുന്നത്. അതൊരു വിശ്വാസയോഗ്യമല്ല. എന്നിട്ട് അവിടെ ഇറങ്ങുന്നു. അതിന് മുമ്പായിട്ട് 2 ഹെൽമെറ്റ് ധരിച്ച ബൈക്കിൽ വന്ന ആളുകൾ ഈ കാറിനെ ഫോളോ ചെയ്തിരുന്നു. ആ കാറിനെ ഫോളോ ചെയ്ത ശേഷം അദ്ദേഹം അവിടെ ഇറങ്ങിയ ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള ഭീകരമായ സംഭവ പരമ്പരകളാണ്, നടുക്കുന്ന കാര്യങ്ങളാണ് ആ രാത്രിയിൽ അരങ്ങേറിയിട്ടുള്ളത് എന്ന് നമുക്ക് തീർത്തു പറയാൻ പറ്റും. അദ്ദേഹത്തെ തുറന്ന് നമുക്ക് ഓരോന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പിറ്റേ ദിവസം രാവിലെ വന്ന് ഭാര്യ ഇദ്ദേഹത്തെ 5:30 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുമ്പോൾ ഷംസുദ്ദീനാണ്, അതേ കാർ ഡ്രൈവറാണ് വരുന്നത്. കാർ ഡ്രൈവർ വന്നപ്പോൾ തുറന്നു കിടക്കുന്ന വാതിൽ ആണ് ADMൻ്റെ വീട്ടിന് മുന്നിൽ കണ്ടത്. എന്നാൽ സ്വാഭാവികമായിട്ട് അകത്ത് കയറി നോക്കേണ്ട ഷംസുദ്ദീൻ പകരം അകത്ത് കയറാതെ കലക്ടറുടെ ഗൺമാനെ വിളിച്ചു വരുത്തുന്നു. അതേപോലെ ഈ പറയുന്ന തൊട്ടടുത്ത വീട്ടുകാരനെയും വിളിച്ചു വരുത്തുന്നു. അവിടെയാണ് ഒന്നാമത്തെ സംശയം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്. വാതിൽ എങ്ങനെ തുറന്നു കിടന്നു? രണ്ടാമത് താക്കോൽ എവിടുന്ന് കിട്ടി? താക്കോൽ അദ്ദേഹം അടച്ച് പൂട്ടി, ഔദ്യോഗികമായി താക്കോൽ തിരിച്ചേൽപ്പിച്ച് അദ്ദേഹം നേരെ പത്തനംതിട്ടയിൽ വിടാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയ ആളാണ്. അയാൾക്ക് എങ്ങനെ രണ്ടാമത് കീ കിട്ടി? ഫോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് ഭാര്യ 11 മണി വരെ ഫോൺ ചെയ്തപ്പോൾ ട്രെയിനിലാണ് എന്നാണ് പറഞ്ഞത്. മക്കളും വരും സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നോ? ഉണ്ടെന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതായത് അദ്ദേഹം ട്രെയിൻ കയറി, പക്ഷേ തലശ്ശേരി എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചില അശ്ലീല വീഡിയോകൾ കിട്ടുന്നു. ആ അശ്ലീല വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഫാബ്രിക്കേറ്റായിട്ട് ഉണ്ടാക്കിയ അദ്ദേഹത്തിന് ഒരു യുവതിയുടെയും കൂടിയുള്ള വീഡിയോ അല്ല, ഫോട്ടോ കിട്ടുന്നു. ആ ഫോട്ടോ അയച്ചു കൊടുത്ത ആളുകൾ ആവശ്യം അദ്ദേഹം തലശ്ശേരിയിൽ ഇറങ്ങണം, ഇല്ലെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് അയച്ചു കൊടുത്ത് നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം അവിടെ തലശ്ശേരിയിൽ ഇറങ്ങി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എന്തായാലും അദ്ദേഹം യാത്ര ചെയ്തില്ല എന്നതിൻ്റെ അർത്ഥം ട്രെയിൻ കയറി എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ഭാര്യയോട് സംസാരിച്ച ആൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല.
ആത്മഹത്യാവുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ദിവ്യ പറഞ്ഞതുകൊണ്ട് എന്തിന് ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്യണം? അദ്ദേഹം അന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അതായത് അവിടെ ഫംഗ്ഷനിൽ വെച്ച് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സന്തോഷത്തോടുകൂടി എല്ലാവരോടും സംസാരിച്ചുള്ള ഒരാളാണ്. പിന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ എന്താ? മുനീശ്വരൻ കോവിലിൽ നിന്ന് വന്ന് രാത്രി 6:45 ഇറങ്ങിയ ശേഷം പുലർച്ചെ 5:30 വരെയുള്ള അല്ലെങ്കിൽ 7 മണി വരെയുള്ള സമയത്ത് എന്താണ് നടന്നത് എന്നുള്ളതാണ്. ഈ ട്രെയിൻ ഇറക്കിയ ശേഷം അദ്ദേഹത്തെ ഈ ഗുണ്ടാ സംഘം തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. അദ്ദേഹത്തെ കൊണ്ടുപോയി ഭീകരമായി മർദ്ദിച്ച് എന്തിനായിരുന്നു? നമുക്കറിയാം, CPM നേതാക്കന്മാരുടെ, പ്രമുഖ നേതാക്കന്മാരുടെ ബിനാമി ഇടപാടിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളെല്ലാം ഈ ബാഗിലുണ്ടായിരുന്നു. ആ ബാഗ് തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ആ ഡോക്യുമെൻ്റ് തട്ടിയെടുക്കുക എന്നുള്ളതിന് ലക്ഷ്യം. അത് കൃത്യമായി അവർ അരങ്ങേറി എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ. അല്ലാതെ അവിടെയാണ് കുറേ ചോദ്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിന് ഈ കെട്ടിത്തൂങ്ങാനുള്ള കയർ ഇവിടുന്ന് കിട്ടി. മാത്രമല്ല, രാവിലെ പുലർക്കാലത്ത് അവിടെ ഒരു അജ്ഞാത വാഹനം കണ്ടു എന്ന് പറയുന്നുണ്ട്. അജ്ഞാത വാഹനത്തിൽ അജ്ഞാതരായ ആളുകളെയും കണ്ടു എന്ന് പറയുന്നുണ്ട്. അവരായിരിക്കും അദ്ദേഹത്തെ കൊന്നിട്ടുണ്ടാവുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം. ഈ സംഭവം നടന്നപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡ്രൈവർ അവിടെ കയറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടൻ്റെ കാര്യത്തിൽ. പോസ്റ്റ്മോർട്ടം നടത്തിയത് എന്തുകൊണ്ടാണ്? ബന്ധുക്കൾ വരുന്നതിന് മുമ്പ് ധൃതി പിടിച്ച് നടത്തിയത്, അതൊന്ന്. രണ്ടാമത്, എന്തുകൊണ്ടാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയത്? അവിടെയാണ് ദിവ്യയുടെ ഭർത്താവ് വർക്ക് ചെയ്യുന്നത്, പ്രശാന്തം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ദുരൂഹമല്ല. ഇതേപോലെയാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. ഒരിക്കലും കുടുംബമില്ലാതെ അല്ലെങ്കിൽ ബന്ധുക്കളെ ഒപ്പിടാതെ ഇൻക്വസ്റ്റ് നടത്താൻ പറ്റില്ല. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മഹസർ തയ്യാറാക്കിയത്. വീട്ടിനുള്ളിലേക്ക് ആരെയും കയറ്റാൻ പോലീസ് സമ്മതിച്ചിരുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ദുരൂഹമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ്. പോലീസിനെ കൊണ്ട് ഇവിടെ എന്തായാലും പ്ലാൻ ചെയ്ത് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായി പ്രവർത്തിപ്പിക്കണമെങ്കിൽ മുകളിൽ നിന്നുള്ള നിർദ്ദേശം തന്നെ വേണ്ടി വരും. പിന്നെ ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു വരുത്തിയത് പോലീസാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് ആദ്യമേ പറഞ്ഞുണ്ടാക്കി ആ രൂപത്തിൽ അത് ഫ്രെയിം ചെയ്ത് മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷേ ഈ ദുരൂഹ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനോ ആ തെളിവുകൾ എടുക്കാനോ ആരും തയ്യാറായില്ല. അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ പോയതിൻ്റെ, ട്രെയിൻ കയറിയതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇതുവരെ പോലീസ് കളക്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന വിവരം എന്താണ്? കൃത്യമായി അദ്ദേഹം കൊല്ലപ്പെട്ടതാണ്, കെട്ടിത്തൂക്കിയതാണ് എന്നുള്ളതാണ്, ഭീകരമായി മർദ്ദിച്ചതു എന്നുള്ളതാണ്. എന്തായാലും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് ഇത്രയും കൊലപാതകത്തിന് കാരണമാവുന്നത്, അവിടെ 1000 ഏക്കറോളം സ്ഥലം മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഹെഡ് വെയ്റ്റ്സ് അത് തട്ടിയെടുത്തിരുന്നു. അതിൻ്റെ ഇടപാടിൻ്റെ എല്ലാ രഹസ്യങ്ങളും തെളിവുകളും ഈ ADMൻ്റെ കൈവശമുണ്ടായിരുന്നു. ADM ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർക്ക് പേരിലേക്ക് അത് ചാർത്തപ്പെടാൻ തയ്യാറാവാതിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ADM നവീൻ ബാബു ഇതുവരെ നവീൻ ബാബുവിൻ്റെ കൈവശമുള്ള രേഖകളെല്ലാം നാളത്തേക്ക് വലിയ തലവേദനയാകും എന്നുള്ളത് കൊണ്ടാണ് ഈ നവീൻ ബാബുവിനെ കൊന്നത് എന്ന് വേണം കരുതാൻ. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രശാന്തിൻ്റെ കാര്യമാണ്. പ്രശാന്ത് മരിച്ച ശേഷമാണ് ഒരു ആരോപണവുമായി രംഗത്ത് വന്നത്. മരിച്ച ശേഷമാണ് മുമ്പത്തെ ഡേറ്റിൽ അദ്ദേഹം മുഖ്യമന്ത്രി പരാതി കൊടുത്തു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ആ പരാതി തയ്യാറാക്കിയത് AKG സെൻറ്ററിലാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇത് അതിനുശേഷം കൈപ്പറ്റി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായി. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ആൾ ആരാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു കള്ളപ്പരാതി വാങ്ങി ഒപ്പിട്ട് കൊടുത്തതിന് പിന്നീട് പ്രശാന്തം പറഞ്ഞു എനിക്ക് 2 ഒപ്പുണ്ടെന്നാണ്. ആ 2 ഒപ്പുണ്ടെന്ന് പറഞ്ഞ അർത്ഥം എന്താ? അദ്ദേഹം വ്യാജനാണ് എന്നാണ്. അദ്ദേഹത്തിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഷംസുദ്ദീൻ എന്ന് പറയുന്ന കാർ ഡ്രൈവറുടെ കാര്യം തുടങ്ങി. അതേപോലെ MV ജയരാജൻ ചെയ്തത് എന്താ? ആ ബോഡിയുടെ കൂടെ തുടർച്ചയായിട്ട് സഞ്ചരിച്ചു. അദ്ദേഹം ആ ബോഡി വിട്ടുകിട്ടിയ ഉടൻ തന്നെ കളക്ടറുടെ ഓഫീസിന് മുന്നിൽ, അതായത് സിവിൽ സ്റ്റേഷന് മുന്നിൽ ബോഡി കാണിക്കാനുള്ള സൗമനീസം പോലും MV ജയരാജൻ സമ്മതിച്ചില്ല എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. കളക്ടറും അതിന് കൂട്ടുനിന്നു. പിന്നെ പത്തനംതിട്ടയ്ക്ക് എത്രയും വേഗം കത്തിക്കുക എന്നുള്ളതായിരുന്നു MV ജയരാജൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കുടുംബത്തിൻ്റെ കൂടെ പോയി എന്നുള്ളതാണ്. ആ കുടുംബത്തിൻ്റെ കൂടെ പോയ ആളാണ് പിന്നീട് ADM നവീൻ ബാബുവിനെ കുറിച്ച് അഴിമതി കഥയുണ്ടെന്ന് പറഞ്ഞ് വെറുതെ ഒരു കള്ളക്കഥ ഉണ്ടാക്കിയത്. ഈ സംഭവങ്ങൾ നിരകളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്?
ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ്. ആ ഭീകര രാത്രിയിൽ നടുക്കുന്ന ഭീകരതയിൽ ആ മനുഷ്യനെ, പാവപ്പെട്ട നവീൻ ബാബുവിനെ കൊന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കി എന്നുള്ളതാണ് സത്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയ ഫോറൻസിക് ലാബിലെ പ്രൊഫസർക്കും അറിയാം ഇതാണ് സത്യമെന്ന്. പക്ഷേ എഴുതി ചേർത്തെന്താ, അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ്. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സി ബി ഐ എൻക്വയറി ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് കൊടുക്കുകയാണ് വേണ്ട. അതിന് പരിപൂർണമായ പിന്തുണ ADM നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ കവിയൂർ കേസ് നടത്തിയുള്ള പരിചയം എനിക്കുണ്ട്. കവിയൂർ കേസിൽ ആദ്യം എന്തായിരുന്നു, അത് നമ്പൂരിയും ആ കുടുംബവും ആത്മഹത്യ ചെയ്തു എന്നാണ് പറഞ്ഞത്. അത് വെറും കള്ളമായിരുന്നു, ശരിക്കും കൊന്നതാണ്. നമ്മുടെ ശ്രീമതി ടീച്ചർ ആ കൊലപാതകം നടന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞത്, തിരുവല്ലയിൽ വന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇത് കൊലപാതകമല്ല, ഇതൊരു ആത്മഹത്യ മാത്രമല്ല അവർ പറഞ്ഞു ഈ പെൺകുട്ടി കന്യകയാണ്, ആ കുട്ടിയെ ഒരു തരത്തിലും സെക്ഷലി ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് എന്താ ഉണ്ടായ, ആ ദിവസം ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ സ്പെർമോറ്റോസോവ ആ കുട്ടിയുടെ രഹസ്യഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല നമ്പൂതിരി മദ്യവും വിഷവും കഴിച്ചിരുന്നു എന്ന് തെളിഞ്ഞു. ആ മദ്യവും വിഷം കഴിച്ച ആളെങ്ങനെയാണ് കെട്ടിത്തൂങ്ങി മരിക്കുക? ബാക്കി 4 പേരും പാൽക്കഞ്ഞിയിൽ വിഷം കലർത്തി ക്ലോറിപൈരിഫോസ് എന്ന് പറയുന്ന കീടനാശിനി ഉപയോഗിച്ച് കഴിച്ചു മരിച്ചു എന്നാണ്. എന്നാൽ കഴുത്ത് ഞെരിച്ചിട്ടുണ്ട് 2 കുട്ടികളുടെ. അതിനർത്ഥം എന്താണ്? 2 കുട്ടികളുടെ കഴുത്ത് ഞെരിച്ച് ആത്മഹത്യാക്കുറിപ്പ് 2 പേരെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അതായത് മറ്റുള്ളവരാരുമല്ല, ലതാ നായർ മാത്രമാണ് പ്രതി എന്നാക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു നാടകം. എന്തായാലും ഇത്തരം കേസുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേസിൽ എങ്ങനെ തെളിയുമെന്നുള്ളതാണ്. ഏറ്റവും തെളിയാതിരിക്കാനുള്ള ഏറ്റവും വഴി എന്ന് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം നടത്തി ഉടൻ തന്നെ ആ ബോഡി കത്തിച്ച് കളഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തെളിവ് നഷ്ടപ്പെട്ടു പോയി. ഇതേപോലെയാണ് കവിയൂർ കേസിൽ DNA ടെസ്റ്റ് നടത്താൻ സ്പെർമോറ്റോസോവ കൊണ്ടുപോയിട്ട് ഇതുവരെ അതിൻ്റെ ടെസ്റ്റ് നടത്തിയിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ യഥാർത്ഥ പ്രതി ആരാകുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. അന്ന് രാത്രി ശ്രീമതി ടീച്ചറുടെ മകനും ഉണ്ടായിരുന്നു ഇവരുടെ കൊല്ലാൻ വേണ്ടി ഈ പറയുന്ന നാരായണ നമ്പൂരിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി CPM ഹെഡ് വെയ്റ്റ്സ് നടത്തുന്ന നാടകങ്ങൾ, ഭരണതലത്തിൽ നടത്തുന്ന നാടകങ്ങൾ, പിണറായി വിജയനും P ശശിയും എല്ലാം അവിടെ ഇരുന്ന് പുഞ്ചിരിക്കുകയാണ്. കാരണം ഈ ബോഡി കത്തിച്ച് കളഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി വലിയ തെളിവുകളൊന്നും പുറത്തു വരില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ ദിവ്യയെ മാത്രം പ്രതിയാക്കി ദിവ്യയെ മാത്രം അവസാനിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ ദിവ്യ ഒരു ഘട്ടത്തിൽ പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിന്നു. അവരെല്ലാം തുറന്നു പറയാൻ റെഡിയാവാൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഗോവിന്ദ മാഷയുടെ ഭാര്യ ശ്യാമളയടക്കം അവരെ സ്വീകരിക്കാൻ വേണ്ടി ജയിലിന് മുന്നിൽ പോയത്. അതെന്തിനാണ് പോയതെന്നറിയാമോ? അവർ വാ തുറന്നു കഴിഞ്ഞാൽ പിണറായി വിജയൻ, P ശശി, MV ജയരാജൻ, MV ഗോവിന്ദൻ, EP ജയരാജൻ തുടങ്ങിയുള്ള നീണ്ട നിര അകത്താകും. കാരണം അത്രയും ഞെട്ടിക്കുന്ന തെളിവുകൾ ഈ ദിവ്യയുടെ കൈവശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദിവ്യയെ കാണാൻ വേണ്ടി CPMലെ പ്രമുഖരായ നേതാക്കന്മാരോടൊപ്പം ശ്യാമള എന്ന് പറയുന്ന ആന്തൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിരുന്ന ആന്തൂർ ഷാജൻ്റെ മരണത്തിന് ആത്മഹത്യയ്ക്ക് കാരണക്കാരിയായ ശ്യാമള അവിടെ എത്തിയത്. ഇതാണ് സത്യം. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം, ആ ഭീകര രാത്രിയിൽ ആ നടുക്കുന്ന രൂപത്തിൽ അവരെ മർദ്ദിച്ച ശേഷം, ഫയലുകൾ തട്ടിയെടുത്ത ശേഷം കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്ന് തീർത്ത് പറയാൻ പറ്റും. നന്ദി, നമസ്കാരം.